കാന്താരി.co എന്തായാലും ഈ കാന്താരി.co അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ഈ കാന്താരി.co എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആ ഹോട്ടലിൻ്റെ ഇനാഗ്രേഷനാണ്. അപ്പോൾ വേറെ ആരുതല്ല ഹോട്ടൽ എൻ്റെ ചേച്ചീൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സായ രണ്ടുപേരുടെയും കൂടിയുള്ള ഹോട്ടലാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ മൂന്നുപേരും കൂടി പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്തായാലും ഒരു കാര്യം മനസ്സിലായി, നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമാണെന്ന് മനസ്സിലായി കേട്ടോ. ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനാഗ്രേഷന് വേണ്ടി എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ അധികം വലിയ ആൾക്കാരെ വിളിച്ചുള്ള പരിപാടിയൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ഇനാഗ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് വന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ 3 പാർട്ട്നേഴ്സിൻ്റെ ഫാമിലി റിലേറ്റീവ്സും അതുപോലെ തന്നെ അടുത്ത കുറച്ച് ഫ്രണ്ട്സുകളും. എന്തായാലും 3 പേരും കൂടി നല്ല ഐശ്വര്യമായിട്ട് സന്തോഷത്തോടെ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ ഞാൻ ലൊക്കേഷൻ പറയാം കേട്ടോ. നമ്മൾ ബത്തേരിയിൽ നിന്നും മാനന്തവാടിക്ക് പോകുന്ന വഴിക്ക് കൊയിലേരി ടൗൺ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയാൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ കാന്താരി.co കേട്ടോ. അങ്ങനെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടിയത് നല്ലൊരു അപ്പാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ഹോട്ടലിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാ ഹോട്ടൽ പോലെയല്ല, ഇവിടെ എല്ലാ സാധനവും കിട്ടില്ല, കുറച്ച് ഐറ്റം മാത്രം ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നല്ല പത്തിരിയും പൊട്ടിക്കറിയും കപ്പ ബിരിയാണിയും പഴംപൊരി ബീഫ് അതുപോലെ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഇവർ പുട്ടിലാണ് കേട്ടോ. നല്ല വെറൈറ്റി പുട്ടുകൾ കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അപ്പം ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ട്രൈ ചെയ്തത് കപ്പ ബിരിയാണിയാണ്. 1 ലക്ഷമല്ല കേട്ടോ, നല്ല അടിപൊളി സാധനമായിരുന്നു. നല്ല ജ്യൂസിയായി അത്യാവശ്യം നല്ല ബീഫും എല്ലാം ഉള്ള നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലും അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ കീപ്പ് ചെയ്തിട്ടാട്ടോ ഇവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ കപ്പ ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹോട്ടലിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അതിനുശേഷം 3 മണിക്കായിരിക്കും നമ്മുടെ ഹോട്ടൽ ഓപ്പൺ ആകുക. അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട. ബത്തേരിയിൽ നിന്ന് മാനന്തവാടിക്ക് വരുന്ന വഴിക്ക് കൊയിലേരി ടൗൺ കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയാൽ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ നമ്മളെ ഷോപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.